നമസ്കാരം. RMP നേതാവും MLA-യുമായ KK രമയാണ് ഇത്തവണ QA10-ൽ നമുക്കൊപ്പം. നമസ്കാരം. തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നു, ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ കേരളത്തിലെ കാര്യമാണ് എടുത്തു ചോദിക്കുന്നത്. സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യം അത് മാറി മറിഞ്ഞിട്ടുണ്ട്. സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യത്തിന് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് താരതമ്യം ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. അതിനേക്കാൾ ഒന്നുകൂടി ശക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിൽ കേരളത്തിൽ ഉൾപ്പെടെയുള്ളത്. കാരണം അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ BJP ഗവൺമെൻറ്റിനെ, നരേന്ദ്രമോദിയെ വീണ്ടും അധികാരത്തിൽ വരാതിരിക്കാനുള്ള ശക്തമായ ശ്രമങ്ങൾ എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. അതിൽ കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെ ആ ഒരു വലിയ പ്രയാസത്തിൽ, ഒരു ഭീകരാന്തരീക്ഷത്തിലേക്ക് പോവുകയാണ് നമ്മൾ. ഇനിയും മൂന്നാമതൊരു ടേമും കൂടി BJP ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ. അതുകൊണ്ട് ശക്തമായ രൂപത്തിൽ തന്നെയാണ് ഇവിടെ കേരളത്തിലും ജനങ്ങൾ ചിന്തിക്കുന്നത്. ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് ഭിന്നിപ്പുണ്ടായ സാഹചര്യം, ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഏതാണ്ട് ആ ചാപ്റ്റർ തന്നെ ഒരു ക്ലോസായി നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനം, ഇത് ആര് കേന്ദ്രത്തിൽ വരും, ആരെ കാണിച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കടക്കണമെന്നുള്ളൊരു ആശയക്കുഴപ്പം കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇപ്പോൾ കേരളത്തിലുണ്ട്, രാജ്യത്തുണ്ട്. അത് കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് UDF-ന്, കോൺഗ്രസിനൊക്കെ അത്ര ഗുണം ചെയ്യും എന്ന് തോന്നുന്നുണ്ടോ? അല്ല, അങ്ങനെ ഒരു സാഹചര്യമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം INDA മുന്നണി വലിയ പ്രതീക്ഷയിൽ വന്നിരുന്നു. പക്ഷേ അതിൽ ഓരോ കക്ഷികളായിട്ട് മാറുന്ന ഏറ്റവും അവസാനം നിതീഷ് കുമാർ ഉൾപ്പെടെ മറുകണ്ഠം ചാടിയത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും INDA മുന്നണി ശക്തി പ്രാപിച്ച് വരും ഇലക്ഷൻ അടുക്കുമ്പോഴേക്ക് എന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ ഒരു രാഷ്ട്രീയ വിലയിരുത്തൽ. അപ്പം മമത മറ്റൊരു നിലപാട് സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെയല്ലാതെ ഇവരെ ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമം കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന്, ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ചൂണ്ടിക്കാണിച്ചിട്ടല്ലാതെ ഒരു ശക്തമായ മുന്നണിയായിട്ട് എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്ന, എല്ലാവരുടെയും അഭിപ്രായം കേൾക്കുന്ന തരത്തിലേക്ക് ഇവരെ യോജിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയണം. അപ്പോൾ കേരളത്തിൽ ഉൾപ്പെടെ ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. അല്ലാതെ പിന്നെ മറിച്ച് മറ്റെന്താണ് പ്രതീക്ഷ, മറ്റെന്താണ് ബദൽ? ഇടതുപക്ഷം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇടതുപക്ഷത്തിന് വിശ്വസിച്ചു എന്നിരിക്കുക കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെ. കേരളത്തിന് പുറത്ത് എവിടെയുണ്ട് അവർക്ക് നേതൃത്വം കൊടുക്കാൻ സാധിക്കുമോ? പക്ഷേ മത ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആഭിമുഖ്യം പുലർത്തുന്നത് ഇടതുമുന്നണിയോടാണ് എന്നുള്ള ഒരു അവകാശവാദമുണ്ട്. ഈ ചില നിലപാടുകൾ തുറന്നു പറയുന്നതിൽ, മതേതരത്വ നിലപാടുകൾ തുറന്നു പറയുന്നതിൽ, ആർജവത്തോടെ പറയുന്നതിൽ കോൺഗ്രസിന് പലപ്പോഴും വീഴ്ചയുണ്ടാകുന്നുണ്ട് എന്നൊരു വിമർശനമൊക്കെ ഇല്ലേ? അല്ല, വിമർശനങ്ങൾ ഒരുപാട് തലങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇടതുപക്ഷവുമായി തട്ടിച്ചു നോക്കുമ്പോൾ, അല്ലെങ്കിൽ ആ തരത്തിൽ നിൽക്കുമ്പോൾ, ഇതിലപ്പുറത്തേക്കൊരു നിലപാട് വേറെ ആർക്ക് പറയാൻ സാധിക്കുന്നുണ്ട്? അങ്ങനെ ഒരു വലിയ തോതിൽ പിന്നോക്ക പോക്ക്, മതേതര നിലപാട് കോൺഗ്രസ് പറയുന്നില്ല എന്നുള്ള ഒരു വിമർശനമൊന്നും വിലയിരുത്തലും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഞങ്ങളങ്ങനെ വിലയിരുത്തുന്നില്ല. നരേന്ദ്രമോദിക്കെതിരെ അതിശക്തമായി പറയാൻ രാഹുൽ ഗാന്ധിയെ പോലെ ഒരു നേതാവ് കേരളത്തിൽ, ഇന്ത്യയിൽ വേറെ ആരുണ്ട്? ഏതെങ്കിലും ചില പ്രശ്നങ്ങൾ പെരുപ്പിച്ചു കാട്ടി ഇവിടെ കോൺഗ്രസ് അങ്ങനത്തെയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ കേന്ദ്രത്തിൽ BJP ആണ് അധികാരത്തിൽ വരിക. BJP അധികാരത്തിൽ വന്നാൽ ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആ നിലപാട് പോലും ഇപ്പോൾ ഇടതുപക്ഷം ഉപേക്ഷിക്കണം. എല്ലാ ഇടതുപക്ഷ കക്ഷികളും ഈ തരത്തിലേക്ക് ഈ ഒരു മുന്നണിയുടെ ഭാഗമായി നിന്ന് കേരളത്തിൽ വേറൊരു രാഷ്ട്രീയ നിലപാട് എടുത്തുകൊണ്ട് എങ്ങനെയാണ് അവർക്ക് പറയാൻ സാധിക്കുന്നത്? INDA-യുടെ ഭാഗമായി ഞങ്ങൾ നിൽക്കില്ല എന്ന് കേരളത്തിൽ അവർ പറഞ്ഞു കഴിഞ്ഞാൽ അവർ BJP-ക്ക് അനുകൂലമാണ് എന്ന് നമുക്ക് വായിച്ചെടുക്കാം. പക്ഷെ മലബാറിലൊക്കെ എന്താണ് സംഭവിക്കുന്നത്? CPM-ന് ഉള്ള ആ ഒരു കോൺഫിഡൻസ് അത് കോൺഗ്രസിനുണ്ടോ? അത് UDF-നുണ്ടോ? ഇതിപ്പോൾ ലീഗിന് തന്നെ, ലീഗിൽ പോലും ഇപ്പോൾ സമസ്തയൊക്കെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. മലബാറിൽ നിന്ന് വരുന്ന പൾസ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമല്ല. ഒരിക്കലല്ല. മലബാറിൽ നിന്നൊക്കെ, ഞാനൊക്കെ മലബാറിൽ നിന്ന് വരുന്ന, മലബാറിലൊക്കെ വളരെ ശക്തമായ പൾസ് അവിടെയുണ്ട്. അവിടെയൊന്നും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ഞാനത് പറയുന്നത്, അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പ്രാവശ്യം 19 UDF-നെങ്കിൽ ഈ പ്രാവശ്യം 20 എടുക്കും. കാരണം വെച്ചാൽ CPM-യുടെ ഇടതുപക്ഷത്തിലെ ആളുകൾ ഉൾപ്പെടെ ഇതിനെതിരെ ചിന്തിക്കുന്നുണ്ട്. അവർ പറയുന്ന 4-5 ആളുകൾ ഇവിടുന്ന് പോയത് കൊണ്ട് മാത്രം ഇന്ത്യയെ രക്ഷപ്പെടുത്താൻ സാധിക്കില്ല എന്ന ചിന്തയിലേക്ക് ആളുകൾ മാറുന്നുണ്ട്. ഒരു മാറ്റവും ഉണ്ടല്ല. അതൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഇലക്ഷൻ വന്നാൽ നമുക്കറിയാം ആ ട്രെൻഡിനനുസരിച്ച്. പക്ഷേ അതിനനുസരിച്ച് ശക്തമായി വരാൻ UDF-ഉം തയ്യാറാക്കണം. നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വന്നാൽ രാജ്യം ഏത് തരത്തിലേക്ക്, ഇപ്പം ന്യൂനപക്ഷങ്ങൾ ഇപ്പം രാമരാജ്യമൊക്കെ സ്ഥാപിച്ച് ആക്കാൻ വേണ്ടി പോവുകയാണ്. ഒരൊറ്റ മനുഷ്യർ, ഒരൊറ്റ ജാതി മതി, ഒരൊറ്റ മതം മതി എന്നതിലേക്ക് എല്ലാം വൺ നേഷനിലേക്ക് മാറുകയാണ്. ഇന്ത്യ എന്ന പേര് പോലും അപകടത്തിലേക്കാവുകയാണ്.
ഭാരതിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും മനുഷ്യരെ വിഭജിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒറ്റക്കെട്ടായി നിൽക്കുക എന്നുള്ളതാണ് ഇന്ന് രാജ്യത്തിന് അനിവാര്യം. ഞാൻ ഒന്നുകൂടെ ചോദിക്കുന്നത്, മതേതരത്വ നിലപാടുകൾ ഉറച്ചു പറയുന്നതിൽ കോൺഗ്രസിനുള്ള ആർജവത്തെക്കുറിച്ച് വീണ്ടും ചോദിക്കുന്നത്, ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അയോധ്യ കേരളത്തിൽ പോലും എത്രത്തോളം മൈലേജ് ആക്കി മാറ്റാൻ കഴിയുമെന്ന് BJP പ്രതീക്ഷിക്കുന്ന ഒരു സമയമാണ്. അങ്ങനെ ഒരു സമയമുണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ലീഗൊക്കെ LDFിലേക്ക് പോകുമോ എന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ ഒരു വശത്ത് നടക്കുകയും അതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ ഇടത് നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ വരികയും ചെയ്യുന്നു. അല്ല, ആ ചർച്ചകളൊക്കെ അപ്രസക്തമാണെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത്. മതേതര നിലപാടിൽ അവർ വിട്ടുവീഴ്ചയുണ്ട് എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അയോധ്യ നിലപാടിൽ കൂടെ ഒന്നും കൂടി ക്ലിയർ കട്ടായിട്ട് അഭിപ്രായങ്ങൾ പറയേണ്ടതുണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. പക്ഷെങ്കിൽ ചില നേതാക്കന്മാർ അത് ശക്തമായി പറയുകയും ചെയ്തിട്ടുണ്ട്. അതിൽ അങ്ങനെ അത്തരമൊരു കൺഫ്യൂഷൻസ് ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോഴും ഭരണപക്ഷത്തിനെതിരെ പല വിഷയങ്ങൾ ഉയർന്നു വരുമ്പോഴും അതിലൊരു തുടർച്ചയായിട്ടുള്ള ഒരു ശക്തമായിട്ടുള്ള ഒരു പ്രതിരോധം തീർക്കാൻ, അല്ലെങ്കിൽ ഒരു അഗ്രസീവായിട്ടൊരു പ്രതിരോധമായി മുന്നോട്ട് പോകാൻ, തുടങ്ങി വയ്ക്കുകയല്ല, മുന്നോട്ട് തുടർന്നു കൊണ്ടുപോകാൻ പലപ്പോഴും കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടായിരിക്കും പ്രതിപക്ഷം? അല്ല, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെയൊക്കെ അതുണ്ടായിരുന്നു. ഇപ്പം ലാസ്റ്റ് ഘട്ടം ഈ നവകേരള സദസ്സുമൊക്കെയുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും അവസാന ഘട്ടങ്ങളിലേക്കൊക്കെ കുറച്ചുകൂടി അഗ്രസീവായിട്ട് അവർ വന്നിട്ടുണ്ട്. അതുപോലെ സത്യത്തിൽ ശക്തമായ സമരങ്ങൾക്ക് എന്താ പറയുക, കാഴ്ചക്കാരാവേണ്ട ഒരു സമയമാണ് നമ്മൾ. പല വിഷയങ്ങളുണ്ടായിട്ടും അതിലൊക്കെ കുറച്ചുകൂടി ശക്തമായ നിലപാടെടുക്കാനും സമരങ്ങൾ എടുക്കായിരുന്നു എന്നുള്ള പൊതു അഭിപ്രായങ്ങളൊക്കെയുണ്ട്. പക്ഷേ കുറേയൊക്കെ മാറ്റങ്ങൾ, പിന്നെ കോൺഗ്രസ് പാർട്ടിയെ പോലെയുള്ളൊരു പാർട്ടിയിൽ നിന്ന് അത്രയൊക്കെ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഒന്ന് ഇടതുപക്ഷ സംഘടനകളൊക്കെ ഒന്ന് നടത്തുന്ന സമരത്തിലെ പോലെ കോൺഗ്രസ്സുകാരൊന്നും നേരത്തെയും നടത്തിയിട്ടില്ല. നേരത്തെ ഇതിലും വലിയ രാഷ്ട്രീയ അന്തരീക്ഷങ്ങൾ ഉണ്ടായിട്ടും കോൺഗ്രസ് ഇങ്ങനെ തന്നെയാണ് മുന്നോട്ട് വരുന്നത്. അവർ കുറച്ചുകൂടി ജനാധിപത്യവാദികളാണ്. അവർ കുറച്ചുകൂടി അഗ്രസീവായിട്ട് അല്ലെങ്കിൽ അക്രമങ്ങളിലേക്ക്, സമരങ്ങളിലേക്ക് പോകുക, ആ തരത്തിലേക്ക് നീങ്ങണം എന്നൊന്നും വാദിക്കുന്ന ആളുകളല്ല. അത് സംസാരിക്കുകയും അങ്ങനെ പറയുകയും അങ്ങനെ അത് തിരുത്തും എന്ന് പ്രതീക്ഷിച്ചൊരു മൃദുവായ സമീപനം എടുത്തു പോകുന്നതാണ് നമ്മളെപ്പോഴും കണ്ടത്. പക്ഷെ അതിൽ നിന്ന് കുറേ മാറി ഇപ്പം യൂത്തുകാരും ഒക്കെ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് വരുന്നൊരു കാഴ്ചയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അവർ മാറുന്നുണ്ട് എന്ന് തന്നെയാണ് പ്രതീക്ഷ. അവർ മാറിയാൽ അവർക്കും കൂടെ ഗുണം. പക്ഷേ അങ്ങനെ മാറണം എന്നുള്ള ഒരു ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കും. UDFിൻ്റെ ആ ഒരു നയത്തെക്കുറിച്ച്, ആ ഒരു സ്വഭാവം, ആ ഒരു കൾച്ചറിനെ കുറിച്ചാണ് പറഞ്ഞത്. അത്തരം പ്രഖ്യാപിത നയങ്ങളുടെ ഭാഗമായിട്ട് ആ കൂട്ടത്തിലൊന്നായി RMPയും മാറുകയാണ് എന്നുള്ളൊരു ഒരു ബോധം പുറത്തേക്ക് വരുന്നുണ്ടോ? ഒരിക്കലുമില്ല. അങ്ങനെ UDFിൻ്റെ ഭാഗമായിട്ടോ UDFിൻ്റെ നയങ്ങളുമായിട്ടോ പോകാനൊന്നും ഞങ്ങൾ തയ്യാറായിട്ടില്ല. ഞങ്ങളിപ്പോഴും ആ ഇടതുപക്ഷ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ചില രാഷ്ട്രീയ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് UDFിൻ്റെ ഭാഗമായി നിന്ന് മത്സരിക്കേണ്ടതും ഇപ്പോൾ അവരുടെ ഭാഗമായിട്ട് അവിടെ നിൽക്കുന്ന, അതൊരു മുന്നണിയുടെ ഭാഗമായിട്ടല്ല, അത് തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ ഫാസിസത്തിനെതിരെ, ഇപ്പം നരേന്ദ്രമോദിയുടെ ഫാസിസത്തിനെതിരെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നിലപാട് സ്വീകരിക്കുന്നെങ്കിൽ നമ്മുടെ നാട്ടിലെ, കേരളത്തിലെ വർഗീയ ഫാസിസ്റ്റ് രാഷ്ട്രീയ, സോഷ്യൽ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഒരു നിലപാടും കൂടിയാണ് നമ്മൾ അങ്ങനെ സ്വീകരിച്ചത്. അതൊരു UDFിലേക്ക് പോകുന്നതോ അല്ല UDFിൻ്റെ ഭാഗമായി നിന്നുകൊണ്ടോ അല്ല. എല്ലാ നിലപാടിലും, എല്ലാ കാര്യത്തിലും വ്യത്യസ്തമായ രാഷ്ട്രീയ നിലപാട് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. അതിലൊന്നും ഒരു മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. എപ്പോഴെങ്കിലും ആ നിലപാടുകളിൽ വിയോജിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ? അല്ല, തീർച്ചയായിട്ടും ഞങ്ങൾ വിയോജിക്കേണ്ടി വന്നതെന്ന് വെച്ചാൽ ഞങ്ങളത് നിലപാടുമായി യോജിച്ചു പോകേണ്ട സന്ദർഭങ്ങൾ ഉണ്ടായിട്ടില്ലല്ലോ. ഇപ്പം നിയമസഭയിലായാലും അവരുടെ കക്ഷി യോഗങ്ങൾ ചേരുമ്പോഴൊന്നും നമ്മൾക്ക് പോകേണ്ട ഒരു ആവശ്യമാണ്. ഞങ്ങൾ പ്രത്യേക കക്ഷികളായിട്ട് തന്നെയായിരിക്കുന്നത്. ഞങ്ങളെ രാഷ്ട്രീയം പറയാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യവുമുണ്ട്. അത് UDFുകാർ ഒരിക്കലും വിലക്കിയിട്ടുമില്ല. അവർ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളോട് മത്സരിക്കുന്ന സമയം പറഞ്ഞാൽ നിങ്ങളുടെ രാഷ്ട്രീയം പറഞ്ഞ് മത്സരിക്കണമെന്നാണ് പറഞ്ഞത്. ഒരിക്കലും UDFിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് വരണമെന്നോ UDFുകാരുടെ കൂടെ നിൽക്കണമെന്നോ പറഞ്ഞില്ല. ഞങ്ങൾക്കറിയാം, ഞാൻ ഏതെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഞങ്ങൾ UDFുകാർ നിൽക്കുന്ന, അങ്ങനെയല്ല, പ്രതിപക്ഷം നിന്നെങ്കിലേ ഞാൻ കൂടെ നിൽക്കൂ എന്ന് പറയാറുണ്ട്. ഇപ്പോൾ ആര് വലതുപക്ഷം ആര് ഇടതുപക്ഷം എന്ന് വ്യാഖ്യാനിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരു വലതുപക്ഷ നിലപാടിൽ വിയോജിക്കേണ്ടതായിട്ട് തോന്നുകയില്ലേ പലപ്പോഴും? അതിപ്പം അത് രണ്ട് പക്ഷത്തും ഉണ്ടല്ലോ. അതൊരു പ്രധാന ചോദ്യമാണ്. ആരാണ് ഇടതുപക്ഷം? ഇവിടെ ആരാണ് വലതുപക്ഷം? ഇടതുപക്ഷം എന്ന് പറഞ്ഞ് ഇപ്പം ഇൻവെർട്ടർ കോമയിൽ നോക്കാം, ഇപ്പം പറയുന്ന ആ ഇടതുപക്ഷ നിലപാടുകളാണോ എല്ലാ കാര്യങ്ങളിലും എടുക്കുന്നത്? ഏത് നിലപാടിലാണ് ഇടതുപക്ഷ നിലപാടെടുത്ത് പോകുന്നത്? ഇടതുപക്ഷം എന്ന് പറയുന്നത് സാധാരണക്കാരൻ്റെ നിലപാടാണ്. സാധാരണക്കാരന് വേണ്ടി നിലകൊള്ളുന്നതാണ്. അങ്ങനെ പോകാൻ വേണ്ടി ഇപ്പോൾ സാധിക്കുന്നുണ്ടോ?
അപ്പോൾ അങ്ങനെ പോകുന്നത് പലപ്പോഴും കോൺഗ്രസ് ആണെന്ന് തോന്നിയിട്ടുണ്ട്, പലപ്പോഴും UDF ആണെന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഇടതുപക്ഷം വലതുപക്ഷം ആ തരത്തിൽ നമ്മളിപ്പം ആ ഒരു പക്ഷത്തെ ഇപ്പം കാണാനേ ഇല്ല. ഇപ്പം എല്ലാ പക്ഷവും ഒരുപോലെ തന്നെയാണ്. അപ്പം നമുക്ക് കുറച്ചുകൂടി ഇടതുപക്ഷമായ നിലപാട് വരുന്നിടത്തിൽ നമ്മൾ നിൽക്കും, അത് ഏത് പക്ഷം സ്വീകരിച്ചാലും. അല്പം കൂടി അഗ്രസീവായിട്ടുള്ളൊരു നിലപാടിലേക്ക് UDF-ഉം കോൺഗ്രസും ഒക്കെ വരുന്നുണ്ട് ഈയിടെയായിട്ട് എന്ന് പറയുമ്പോൾ VD സതീശൻ എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? VD സതീശൻ നല്ല ശക്തമായ രാഷ്ട്രീയ നിലപാട് പറഞ്ഞുകൊണ്ട് തന്നെ സഭയ്ക്കകത്തും പുറത്തും ഗവൺമെൻറ്റിനെതിരെയുള്ള ശക്തമായ നിലപാട് പറഞ്ഞു തന്നെയാണ് പോകുന്നത്. ശക്തമായ പ്രതിപക്ഷ നേതാവായിട്ട് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട VD സതീശൻ്റെ എല്ലാ നിലപാടുകളും നമുക്ക് കാണാൻ. അതുകൊണ്ടാണ് അങ്ങനെ നിൽക്കൊണ്ടാണ് ഇപ്പോൾ VD സതീശനെതിരായിട്ടുള്ള ആക്രമണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഉള്ള ആക്രമണങ്ങൾ സഭയ്ക്കകത്ത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് അവരെടുക്കുന്ന അദ്ദേഹം എടുക്കുന്ന രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ്. അത് എക്കാലത്തും ഇടതുപക്ഷം സ്വീകരിച്ചൊരു നിലപാടാണ്. CPM-നെ അല്ലെ ഇടതുപക്ഷത്തെ വിമർശിക്കുന്ന ആളുകളെ അവരെ വ്യക്തിപരമായി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നീക്കങ്ങളും അവരുടെ ഭാഗത്തുനിന്നുണ്ടാകും. അത് ഏത് കക്ഷിയിൽപ്പെട്ടവരായി. അല്ലെങ്കിൽ കേരളയിലെ സമരം തീർക്കാൻ വേണ്ടിയിട്ട് ഇത് വാങ്ങിയെന്ന് പറയുന്നത് യുക്തിയുണ്ട് അതിനകത്ത്, എന്തെങ്കിലും ഒരു യുക്തി ഉണ്ടാവണ്ടേ. അപ്പം അതൊക്കെ വ്യക്തികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ മാത്യു കൊളനാടെതിരെ പിന്നെ അവിടെ ചിന്നക്കനാലിൽ ഭൂമി വാങ്ങിയെന്ന് 50 സെൻറ്റ് ഭൂമി വാങ്ങിയെന്ന് പറഞ്ഞ് വിജിലൻസ് അന്വേഷണം നടക്കുന്നു, കേസ് രജിസ്റ്റർ ചെയ്യുന്നു, അവിടെ പോകുന്നു, പരിശോധന നടത്തുന്നു. എന്തൊക്കെയാണ് തകൃതിയായി നടക്കുന്നത്. സഭയിൽ മറ്റൊരാളുണ്ട്, ഇപ്പോൾ ആരോപണം കൊണ്ടുവന്ന PV അൻവർ. എത്ര മിച്ച ഭൂമി അദ്ദേഹം കൈയടക്കി വെച്ചിട്ടുണ്ട്, എന്താ അന്വേഷണം നടത്താത്തത്? കുഴൽനാടനെതിരെ പക്ഷേ മുഴുവൻ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും പറയാൻ കഴിയാത്ത രീതിയിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നില്ലേ? ആയിക്കോട്ടെ, അന്വേഷിക്കട്ടെ. നമുക്ക് കുഴൽനാടനും ആ തരത്തിൽ അനധികൃതമായി സ്വത്ത് കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ, ഭൂമി കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കണം, ഒരു തർക്കവുമില്ല. അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരട്ടെ. അതേപോലെ ഇപ്പുറത്തും വേണം. എന്തേ അത് നടത്താത്തത്? അതാണ് ചോദ്യം. അതും ആരോപണം ഉയർന്നു വന്നിട്ടുണ്ടല്ലോ, അദ്ദേഹത്തിന് മിച്ചഭൂമിയെ സംബന്ധിച്ച് വന്നിട്ടുണ്ടല്ലോ. എന്താ അന്വേഷണം നടത്താത്തത്? എന്തേ അതിനെതിരെ പറയാത്തത്? അവിടെയാണ് ഇത്തരം ആളുകളെ, ഇവർക്കെതിരെ സംസാരിക്കുന്ന ആളുകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആക്രമിക്കുക എന്ന സ്വഭാവമാണ് എക്കാലത്തും അവർ സൂക്ഷിച്ചു വന്നിരുന്നത്. ഇപ്പോഴും അത് തന്നെ നടക്കുന്നു. TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒരു നേതാവ് കൊല്ലപ്പെട്ടതുകൊണ്ട് രാഷ്ട്രീയ രംഗത്തേക്ക് വന്ന ഒരു സ്ത്രീ ആ രീതിയിലൊക്കെ വിശേഷിപ്പിക്കപ്പെടുകയോ അല്ലെങ്കിൽ ചുരുക്കി കാണിക്കുകയോ ചെയ്യാറുള്ള സന്ദർഭങ്ങളുണ്ട്. KK രമ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ കുടുംബ പശ്ചാത്തലം അല്ലെങ്കിൽ വിദ്യാർത്ഥി കാലം തൊട്ടുള്ള ആ രാഷ്ട്രീയ ജീവിതം, ഇതൊക്കെ മറക്കപ്പെടുകയുണ്ടായോ ഏതെങ്കിലും പല ഭാഗങ്ങളിൽ നിന്നായിട്ട്? അല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. അങ്ങനെ ചെയ്യാനുള്ള ചില സൈബർ ഇടങ്ങളിലെ ചില ശ്രമങ്ങൾ മാത്രമാണ്. അതിപ്പോഴും നടത്തിക്കൊണ്ടത്. അവർക്ക് വേറെ വിഷയങ്ങൾ കിട്ടിയിട്ടില്ല എന്നെങ്കിൽ അതിങ്ങനെ തുടർന്നു പോയിക്കൊണ്ടേയിരിക്കും. ഞാനങ്ങനെ ചന്ദ്രശേഖരൻ്റെ ഭാര്യ ആയതിനു ശേഷം രാഷ്ട്രീയത്തിലേക്ക് വന്നതല്ല, നേരത്തെ രാഷ്ട്രീയം അങ്ങനെ വന്ന ആള് തന്നെയാണ്. പക്ഷെ പിന്നീട് ചന്ദ്രശേഖരന് ശേഷം തീർച്ചയായിട്ടും ആ ഒരു ഇതിൽ തന്നെയാണ് അറിയപ്പെടുന്നതും. അതൊരു വേറെ പൊളിറ്റിക്സ് ആണല്ലോ, അതൊരു വേറൊരു ജീവിതമാണല്ലോ. അങ്ങനെ തന്നെ അടയാളപ്പെടുത്തി പോകുന്നതാണ് അത് ശരി എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ ഇപ്പോഴത്തെ പോരാട്ടം ആ ഒരു ചന്ദ്രശേഖരനിലൂടെ തന്നെ അടയാളപ്പെടുത്തണം എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. കാരണം അദ്ദേഹത്തെ ആ തരത്തിലേക്ക് ഇല്ലായ്മ ചെയ്ത ആളുകൾക്ക് അദ്ദേഹം ഉയർത്തിയ ആ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവിടെ ഒരാളുണ്ട് എന്നുള്ളതും അതിനെ എപ്പോഴും ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. ആ ഒരു ഇത് ഉള്ളിലിരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ആ രാഷ്ട്രീയത്തിൽ അടയാളപ്പെടുന്നതിൽ എനിക്കൊരു പ്രയാസവും ഇപ്പോൾ ഇല്ല. KK രമയുടെ കുടുംബ പശ്ചാത്തലം, ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബ പശ്ചാത്തലം, SFI കാലം തൊട്ടുള്ള ആ രാഷ്ട്രീയ പ്രവർത്തനം, അത് കൃത്യമായി ഇതിനകത്ത് അടയാളപ്പെടുത്താതെ പോകുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. അല്ല, അങ്ങനെ അടയാളപ്പെടുത്താതെ പോകുന്നൊന്നുമില്ല. ഞാൻ KK രമയായിട്ടാണ് ഇപ്പോഴും നിൽക്കുന്നത്. KK രമ ചന്ദ്രശേഖരൻ്റെ മരണത്തിന് ശേഷം, അല്ലെ കൊലപാതകത്തിന് ശേഷം മറ്റൊരു തരത്തിലേക്ക് വന്നു എന്നല്ലാതെ, പക്ഷേ പഴയ കാലത്ത് KK രമ എന്തായിരുന്നു ആ ഒരു ഇത് ഇപ്പോഴും അഡ്രസ്സ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതിലൊരു മാറ്റം, പിന്നെ സ്വാഭാവികമായിട്ടുള്ള ഒരു മാറ്റം എന്തായാലും ഉണ്ടാകും. ഞാൻ പറഞ്ഞല്ലോ, പുതിയ സാഹചര്യത്തിലേക്കാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ പ്രവർത്തനം പോയത്, അത്തരത്തിലേക്കാണ് വന്നത്. ഒരു ഘട്ടത്തിൽ അത് നിർത്തി വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയതാണ്. അതിന് കാരണം മറ്റൊന്നാണ്. അപ്പോൾ ആ തരത്തിലേക്കും കൂടി അത് വരും എന്നുള്ളത് അതുകൊണ്ട് അതാണ് മുഴച്ചു നിൽക്കുക, അതാണ് എടുത്തു നിൽക്കുക. പഴയതായിരിക്കില്ല. പക്ഷെ പഴയൊരു ചരിത്രം മറക്കരുത് ആരും എന്നുള്ളത്
എൻ്റെ ഉള്ളിൽ എപ്പോഴും പഴയ ചരിത്രം കൂടെ ഉണ്ട്, അതിൽ കൂടെ തന്നെയാണ് ഞാനിപ്പോഴും പോകുന്നത്. TP എന്ന് പറയുന്ന ഒരു നേതാവിനോട് അന്നേ ഒരു ആരാധന ആ ഒരു നേതാവ് എന്ന രീതിയിൽ ഉണ്ടായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ എൻ്റെ ഒരുപാട് സീനിയർ ആയിരുന്നു ചന്ദ്രശേഖരൻ. പക്ഷെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി, അദ്ദേഹത്തിൻ്റെ മുന്നോട്ട് പോക്ക്, ആളുകളോടുള്ള സമീപനം, അദ്ദേഹത്തിൻ്റെ അടിമുടി രാഷ്ട്രീയക്കാരനായ ഒരു നമ്മൾ ആ സമയത്ത് അങ്ങനെയാണല്ലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അല്ലെങ്കിൽ മാർക്സിസം ലെനിനിസം വിശ്വസിച്ച് അത് പറഞ്ഞ് അതൊരു ആ ഒരു വിപ്ലവം, ആ കാലഘട്ടം എന്ന് പറയുന്ന ഭയങ്കര വിപ്ലവം പ്രസംഗിക്കവേ അടിമുടി വിപ്ലവമായി നിൽക്കുന്നൊരു സമയമാണല്ലോ. ആ സമയത്ത് അത്തരമൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. നമ്മൾ പ്രതീക്ഷിക്കുന്ന, നമ്മുടെ സങ്കല്പത്തിലുള്ള ഒരാളായിരുന്നു അദ്ദേഹം എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും, എനിക്കൊക്കെ ആരാധനയായിരുന്നു അദ്ദേഹത്തോട് ഉണ്ടായിരുന്നത്. SFIയുടെ പുതിയ SFI ഇപ്പോൾ കൂടുതലും ഇടയ്ക്ക് ഒന്ന് മാറി, ഇപ്പോൾ വീണ്ടും നന്നായിട്ട് സജീവമായിട്ടൊക്കെ SFIയുടെ സമരങ്ങൾ നിൽക്കുന്നൊരു സമയമൊക്കെ ഉണ്ട്. ആ ഒരു സമരത്തെ, പുതിയ SFIയെ അതെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, പുതിയ SFIക്കാർ പാർട്ടിയുടെ ഒരു നേർചിത്രമായിട്ട് മാറിപ്പോകുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. ഇപ്പോഴും പിന്നെ ഗവർണർക്കെതിരെ ഒരു സമരം വന്നപ്പോഴാണ് ഒന്ന് സജീവമായത്. അല്ലാതെ എവിടെ ഉണ്ടായിരുന്നു SFI കുറച്ചു കാലമായിട്ട്? ക്യാമ്പസ്, അത് മാത്രമല്ല ക്യാമ്പസുകളിൽ SFI ഉള്ള ക്യാമ്പസുകളിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുണ്ട്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത തരത്തിലേക്കുള്ള അസഹിഷ്ണുത ആ കുട്ടികളിൽ കുത്തിവെപ്പിക്കുകയാണ്. ഞാനത് കുട്ടികളെ പറയില്ല, കുട്ടികളെ നയിക്കുന്ന, കുട്ടികളെ വളർത്തുന്ന മുതിർന്ന നേതാക്കന്മാർ അവർ ആ കുട്ടികളെ അങ്ങനെയാക്കി മാറ്റുകയാണ്. കാരണം പഴയ SFIക്കാരിൽ നിന്നും ഒരുപാട് വ്യത്യാസം ഇപ്പോഴത്തെ SFIയിലേക്ക് നമുക്ക് തോന്നിയിട്ടുണ്ട്. വിലയിരുത്തുമ്പോൾ ആ തരത്തിലേക്ക് മാറുന്നത് അങ്ങനെ ആവരുത് കുട്ടികൾ എന്നുള്ളതാണ്. എല്ലാവർക്കും പറയാനും എല്ലാവർക്കും പഠിക്കാനും ആ തരത്തിൽ ക്യാമ്പസുകളെ മാറ്റി തീർക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ക്യാമ്പസ് രാഷ്ട്രീയത്തെ അങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് കൂടിയാണ്. MLA ആയതിനു ശേഷം പിണറായി വിജയനോട് അകൽച്ച കുറഞ്ഞിട്ടുണ്ട്? ഒരിക്കലും. ഞാൻ ഇതുവരെ പിണറായി വിജയൻ എന്ന് പറയുന്ന ആളുടെ അടുത്തേക്ക് പോയിട്ടില്ല. കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹം അവിടെയുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടല്ല. എന്താണ് എൻ്റെ മനസ്സിൽ പിണറായി വിജയൻ ഉള്ളത് അത് അതേപോലെ ഇപ്പോഴും നിൽക്കും. ഇതിനൊന്നൊരു മാറ്റം. ഒരു പക്ഷേ ഒരു വിദ്വേഷം, അല്ലെങ്കിൽ അതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാമെന്ന് പറയാൻ പറ്റുന്നില്ല എനിക്കത്. അതെനിക്കും അങ്ങനെ പറയാൻ കഴിയില്ല. അങ്ങനെ ഒരു വിദ്വേഷമാണോ? ഞാൻ ഒരു കാര്യം ഉറപ്പാണ്, ചന്ദ്രശേഖരൻ്റെ, എൻ്റെ ജീവിത സഖാവിൻ്റെ ഇല്ലാതാക്കിയതിൽ അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന ഇന്നത്തെ മുഖ്യമന്ത്രി, അദ്ദേഹത്തിന് അനുവാദമുണ്ട്, അദ്ദേഹം അറിയും. അതെൻ്റെ മനസ്സിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ കൊലപാതകം നടക്കില്ലായിരുന്നു. അദ്ദേഹമാണ് അതിനകത്ത് പ്രധാന ആൾ എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനെ വിശ്വസിക്കാൻ തക്ക ഒരുപാട് കാരണങ്ങൾ എൻ്റെ അടുത്തുണ്ട്. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ അദ്ദേഹത്തെ കാണുമ്പോൾ ആ ഒരു ചിന്ത തന്നെയാണ് എപ്പോഴും ഉള്ളത്, അന്നും ഇന്നും എപ്പോഴും. സൈബർ ആക്രമണങ്ങൾ വല്ലാതെ വന്നിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു, അതൊക്കെ അവസാനിച്ചു? ഒരിക്കലും ഇല്ല, ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും നമ്മളൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിന് വളരെ മോശമായിട്ട് കമൻറ്റുകളൊക്കെ ഇപ്പോഴും വന്നുകൊണ്ടേയിരിക്കുന്നു. അത് നോക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് മാത്രം. ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ഇതുപോലെ ഒരു സ്ത്രീയെ ആക്രമിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമായിരിക്കും. പലരും നേരിടുന്നുണ്ട്, ഇല്ല എന്നല്ല. സ്ത്രീകൾ ഒരുപാട് പൊതുരംഗത്ത് സജീവമായി നിൽക്കുന്ന, സ്വതന്ത്രമായ അഭിപ്രായം പറയുന്ന, സ്വതന്ത്രമായ വ്യക്തിത്വമുള്ള ആളുകളെയൊക്കെ പല തരത്തിൽ അവർ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ ആ പാർട്ടിയിൽ നിന്ന് പുറത്തു വന്നു എന്നതിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ചന്ദ്രശേഖരന് ശേഷം വന്നതിൻ്റെ ഭാഗമായി അതിൻ്റെ പേരിലുള്ള ഒരുപാട് പ്രശ്നങ്ങളെ നേരിടേണ്ടി വന്നു. ഒരു സ്ത്രീയെ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ട് ഒരു ടൗണിൽ കൂടെ വേഷം കെട്ടിച്ച് നടത്തി ഈ ആഹ്ലാദ നൃത്തം നടത്തിയത് വേറെ എവിടെയും നമുക്ക് കാണാൻ സാധിക്കില്ല. ഒരു മാക്സി ഇട്ട് മുലക്കച്ച കെട്ടി മുഖംമൂടി വെച്ച് ഒരു ടൗണ് മുഴുവൻ യാത്ര, അല്ലേ എന്തിൻ്റെ കാരണത്തിൽ? അന്നത്തെ തെരഞ്ഞെടുപ്പിൽ 2016 തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മത്സരിച്ചത് 4ാമത്തെ കക്ഷിയായിട്ടാണ്. 1ാമത്തത് CPM, 2ാമത്തത് കോൺഗ്രസ്, 3ാമത്തത് BJP, 4ാമതായിരുന്നു RMP. പക്ഷേ ഞങ്ങൾ മത്സരിച്ചതുകൊണ്ട് മാത്രമാണ്, ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിച്ചുകൊണ്ട് മാത്രമാണ് അന്ന് CPM അവിടെ ജയിച്ചത്, LDF വടകര മണ്ഡലത്തിൽ ജയിച്ചത്. അന്ന് ഞങ്ങൾ UDF, ഇന്ന് ഞങ്ങൾ എടുത്ത നിലപാട് അന്ന് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ CPM അന്നും ജയിക്കില്ല, അന്ന് LDF ജയിക്കില്ല, അവിടെ കോൺഗ്രസ്സേ ജയിക്കുള്ളൂ. പക്ഷേ അന്ന് ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിച്ചുകൊണ്ടാണ് അന്ന് അവിടെ ജയിച്ചത്. എന്നിട്ടും രണ്ടാമത് തോറ്റ UDFനെതിരെയല്ല, തോറ്റ BJPക്കെതിരെയല്ല അവിടെ പ്രകടനം നടത്തിയത്, RMPക്കെതിരെ, KK രമയ്ക്കെതിരെ പ്രകടനം നടത്തിയത്. അത് വളരെ ആഭാസകരമായ നൃത്തം വെച്ചുകൊണ്ട്.
ചവിട്ടിക്കൊണ്ട്. എന്ത് നടപടി എടുത്തു? എവിടെ ചോദിച്ചു? ആ ആൾക്കാരൊക്കെ ഇപ്പോഴുണ്ടല്ലോ, DYFIയിലും പാർട്ടിയിലൊക്കെ ഉള്ള ആളുകളാണല്ലേ. അതാണ് ആ പാർട്ടിക്കെതിരെ നിൽക്കുന്ന ആളുകളെ ഈ തരത്തിലേക്ക് ആക്രമിക്കുക എന്നുള്ളത് തന്നെയാണ് അവർ എക്കാലത്തും സ്വീകരിച്ചു വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അവരെ സൈബർ ഇടത്തിൽ പ്രത്യേക വിങ് അവർക്കുണ്ട്. അവർ ഓരോ കാര്യങ്ങളും പറയുമ്പോൾ അത് ഇത്ര ലൈക്ക് വേണം, ഇത്ര ഷെയർ വേണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. അത് നേതാക്കന്മാർ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു നിമിഷം നിർത്താവുന്നതേ ഉള്ളൂ. CPM കാര്യം, CPM സംഘടനാ സംവിധാനം നമുക്കറിയാമല്ലോ, മറ്റൊരു സംഘടനാ സംവിധാനം പോലെയല്ലല്ലോ CPM. അതുകൊണ്ട് CPM ഇത്തരത്തിലുള്ള സൈബർ വിങ്ങുകൾ നടത്തുന്ന പ്രവർത്തനങ്ങളെ, പിന്നെ അങ്ങേയറ്റം മോശമായ ആക്രമണങ്ങളെ, വ്യക്തിഹത്യകളെ ഒക്കെ ഇത് ചെയ്യാൻ പാടില്ല. ഇങ്ങനെയല്ല രാഷ്ട്രീയം പറയേണ്ടത്, ഇങ്ങനെ സ്ത്രീകൾക്കെതിരെ പറയരുത് എന്ന് നേതൃത്വം പറഞ്ഞാൽ നിർത്താൻ സാധിക്കും. പക്ഷെ അത് തുടരട്ടെ എന്ന് അവരുടെയും കൂടെ മൗനാനുവാദം ഉള്ളത് കൊണ്ടായിരിക്കും. ചിലപ്പോൾ അങ്ങനെയല്ലാത്ത ചില കേസുകളുണ്ടാവും, എല്ലാവരും പറഞ്ഞാൽ കേൾക്കണമെന്നില്ല. പക്ഷെ അത് നമുക്ക് മനസ്സിലാവും, അത് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാകും. അല്ലാത്ത ഈ നേതാക്കന്മാരുടെ എന്താ പറയുക, അവരുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും. ഞാൻ മാത്രമല്ല, സ്വതന്ത്രമായ അഭിപ്രായം പറയുന്ന സ്ത്രീകൾ മുഴുവൻ അത് നേരിടുന്നത്. പക്ഷേ CPM സ്ത്രീകൾ എങ്ങനെയാണെന്ന് ആ സ്ത്രീകൾ നേരിടുന്ന സമയത്ത് ഞാനൊക്കെ ശക്തമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിനെതിരെ നിന്നിട്ടുണ്ട്. നമ്മുടെ ആര്യ രാജേന്ദ്രനെതിരെ വളരെ മോശമായിരുമ്പോൾ ഞാനതിനെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ പിന്നെ മുൻ വനിതാ കമ്മീഷൻ അധ്യക്ഷ ജോസഫൈൻ എതിരെ ചെന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്. വൃന്ദാക്കാരാട്ടിനെതിരെയുള്ളതിന് ഞാനൊക്കെ അതിനൊക്കെ ഒരു തരത്തിലും പുറകോട്ട് പോയില്ല. പക്ഷേ ഞങ്ങൾക്കെതിരെ പറയുമ്പോൾ എത്ര CPM വനിതാ നേതാക്കന്മാർ അതിനനുകൂലിച്ച് വരുന്നുണ്ട്? അവിടെയാണ് ചോദ്യം. നിങ്ങൾ ഈ ആക്രമണങ്ങൾ താരതമ്യം ചെയ്യുന്നത്, നമ്മൾ ഏത് സ്ത്രീക്കെതിരെയും അധിക്ഷേപങ്ങൾ ഉണ്ടായി അതിനെതിരെ നിലപാടെടുക്കാൻ സാധിക്കണം. എന്തുകൊണ്ട് നമുക്കെതിരെ ഒരു RMPയിലെ അത്തരം ആളുകൾക്കെതിരെ വരുമ്പോൾ എന്തേ ഈ സ്ത്രീകളൊന്നും പ്രതികരിക്കാതെ വരുന്നത്? എന്തുകൊണ്ട് വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ ഭാഗത്തുനിന്നോ അവിടുത്തെ അംഗങ്ങളുടെ ഭാഗത്തുനിന്ന് പോസ്റ്റ് നമുക്ക് CPM കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെ ഭാഗത്തുനിന്ന് പോലും ഒരു പോസ്റ്റ് കാണാത്തത് എന്താ? അത് തെറ്റാണ്, അത് ശരിയായില്ല എന്ന് പറയാനുള്ള ധൈര്യം എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? അവിടെയാണ് ഈ വിവേചനം ഞാൻ പറഞ്ഞത്. രാഷ്ട്രീയത്തിലുള്ള സ്ത്രീകൾക്ക് ഇപ്പോഴും അത് ആ ഒരു സെക്കൻഡറി പൊസിഷനിൽ നിന്ന് മാറിക്കൊണ്ട് മുന്നിലോട്ട് വരാനുള്ള ആ ഒരു സാഹചര്യം കേരളത്തിലുണ്ട്? ഇല്ല, ഒരിക്കലും ഇല്ല, ആയിട്ടില്ല. ഒരുപാട് മാറ്റങ്ങൾ പഴയതിൽ നിന്നും സ്ത്രീകൾ സ്വയം എന്താ പറയുക ശക്തമായി നിലപാടെടുത്തുകൊണ്ട് അല്ലെങ്കിൽ സമരം ചെയ്തുകൊണ്ട് ഓരോ ഇടത്തും സമരം ചെയ്തുകൊണ്ട് കുറേയേറെ മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും രാഷ്ട്രീയത്തിലുള്ള സ്ത്രീകൾക്ക് അതിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. സ്വന്തം വീട്ടിൽ ഇങ്ങനെ പുരോഗമനത്തിൻ്റെ കുപ്പായം ഇടുന്ന ആളുകൾ വീട്ടിലേക്ക് കയറുമ്പോൾ അത് പുറത്തെ കൊളുത്തിൽ അയച്ചു വെച്ചിട്ടാണ് അകത്തേക്ക് കയറുക. ഇപ്പോഴും അത് നടക്കുന്നുണ്ട്. അതിനൊന്നും ഒരു മാറ്റവും വന്നില്ല. അത് മാറ്റമുണ്ടെങ്കിൽ കൃത്യമായി സ്വയം അത്തരത്തിലേക്ക് തയ്യാറെടുത്ത് തന്നെ മാറ്റം ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇപ്പോഴും 33% സംവരണത്തിന് നമ്മളിപ്പോൾ പറയുന്നു ബില്ല് പാസ്സായി, പക്ഷേ എപ്പം യാഥാർത്ഥ്യമാകുമെന്ന് നമുക്കറിയില്ല. 33% 50% അർഹതയുള്ളവരാണ് ഇവിടുത്തെ സ്ത്രീകൾ. അതിൽ ഭേദം ഇടതുപക്ഷമല്ലേ? അല്ല, അങ്ങനെ ഇങ്ങനെയാണ് പറയുന്നത്. അതിൽ ഭേദമാകണമെങ്കിൽ അവരെന്ത് ചെയ്യണം? ഇപ്പോൾ 11 ആളുകൾ 8-9 പേർ അവരുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും അത് നല്ല കാര്യം തന്നെ. കോൺഗ്രസ് അത്രയും ഇന്നില്ല, അതിലൊരു വ്യത്യാസം, അതിലൊരു തർക്കമില്ല കാര്യത്തിൽ. പക്ഷേ അത് മതി. ഇടതുപക്ഷം അങ്ങനെ ആവരുതല്ലോ. ഇടതുപക്ഷത്തിനെയാണല്ലോ പ്രതീക്ഷിക്കുന്നത്, അവർ ഇടതുപക്ഷമാണല്ലോ, പുരോഗമന പ്രസ്ഥാനക്കാരാണല്ലോ. അപ്പോൾ എന്തേ ചെയ്യേണ്ടത്? അങ്ങനെയാണെങ്കിൽ അവരൊരു 20 സീറ്റിൽ 20 സ്ത്രീകളെ മത്സരിപ്പിച്ചോ കഴിഞ്ഞ പ്രാവശ്യം? എന്താ ചെയ്യാത്തത്? അവരുടെ പാർട്ടി സ്റ്റേറ്റ് ഇവിടെ എത്ര പിന്നെ സ്ത്രീകൾ ജയിച്ചു വന്ന കഴിവുള്ള സ്ത്രീകൾ ഇവിടെ MLA-മാരായിട്ടുണ്ട്. എന്തൊരു സ്പീക്കർ സ്ഥാനാർത്ഥിയായിട്ട് പോലും ഒരു വനിതയെ നിർത്താതെ കഴിയാതെ പോയത്? എന്തേ മുഖ്യമന്ത്രിയായിട്ട് ഒരു വനിതാ സ്ഥാനാർത്ഥിയെ നിൽക്കാൻ സാധിക്കാതെ പോകുന്ന ഇടതുപക്ഷത്തിന് കഴിവില്ലാത്ത സ്ത്രീകളില്ലായിട്ടാണോ? ആ ആണധികാരം അവിടെ തന്നെ വളരെ കൃത്യമായിട്ടുണ്ട്, അവർക്കതിന് സാധിക്കുന്നില്ല. അപ്പോൾ ചോദിക്കുന്ന അതിൽ പ്രധാനപ്പെട്ട, ഞാൻ പലപ്പോഴും ശൈല ടീച്ചറുടെ ഇൻ്റർവ്യൂ ഒക്കെ കാണുമ്പോൾ ടീച്ചറുടെ പ്രസ്താവനകൾ എന്നെയൊക്കെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ടീച്ചർ അപ്പോൾ അതിലെന്തിനാ ഒരു വനിതാ മുഖ്യമന്ത്രി വന്നതുകൊണ്ടൊരു മാറ്റം ഉണ്ടാകുമോ എന്നാണ് ചോദ്യം. അതൊരു മാറ്റല്ലേ? വനിതാ മുഖ്യമന്ത്രി വരിക എന്ന് പറയുന്നതൊരു മാറ്റല്ലേ ഒരു നാട്ടിൽ? നിങ്ങൾ ഈ ലോക്സഭാ തിരഞ്ഞെടുക്കുമ്പോൾ എത്ര സ്ത്രീകളെ മത്സരിക്കും? 10 സ്ത്രീകൾ, 20 സീറ്റിൽ 10 സ്ത്രീകളെ മത്സരിപ്പിക്കാൻ ചെയ്യാറുണ്ടോ? അല്ല പോട്ടെ, ഒരു 6 സ്ത്രീകളെ മത്സരിപ്പിക്കാൻ തയ്യാറാകുമോ? മത്സരിപ്പിക്കാൻ വിജയസാധ്യതയുള്ള സീറ്റുകൾ കൂടി മത്സരിപ്പിക്കണം. നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ 50% കൊടുക്കാൻ ബില്ല് വരണ്ട. എന്തിനാ ബില്ല് വരാൻ കാത്തിരിക്കുന്നത്? രാഷ്ട്രീയ പാർട്ടികൾ തീരുമാനിച്ചുകൂടെ? മാതൃക കാണിച്ചു കൊടുക്കേണ്ടവരാണല്ലോ ഇടതുപക്ഷം. കോൺഗ്രസ്സുകാർ ചെയ്യണം, പക്ഷെ അവരും ചെയ്യുന്നില്ല. കോൺഗ്രസ്സിൽ എന്താ ശക്തമായ സ്ത്രീകളില്ലേ? എന്തേ കോൺഗ്രസ്സുകാരും
അവർ പല വേദികൾ ഞാനൊക്കെ എടുത്ത് നമ്മൾ പലപ്പോഴും നോക്കും, പല പരിപാടികൾ നടക്കുന്ന വേദികൾ ആണുങ്ങൾ തിക്കിത്തിരക്കി നിരന്നിരിക്കും, ഒരു വനിത പോലും നമുക്ക് പേരിന് അവിടെ കാണില്ല. എന്തേ അവരെ പുറകോട്ട് പോകുന്നു? അവിടെ എന്താ മാറ്റം കൊണ്ടുവരാൻ സ്വയം ആലോചിക്കാത്തത്? എല്ലാവരും ആലോചിക്കണം. കോൺഗ്രസ് ആയാലും ലീഗ് ആയാലും CPM എല്ലാവരും ആലോചിക്കണം. RMPക്കാരായാലും ഞങ്ങളുടെ പാർട്ടിക്കാരായാലും ഏത് പാർട്ടിക്കാരായാലും ആലോചിക്കണം. അവർ സ്ത്രീകളെ നിർത്താനുള്ള, കാരണം ആണധികാരം എല്ലായിടത്തുമുണ്ട്, എല്ലാ സ്ഥലങ്ങളിലുമുണ്ട്. ഇപ്പം ഈ സംവരണമൊക്കെ പറയുമ്പോഴും പാസ്സായി എന്ന് പറയുമ്പോഴും പല ആണുങ്ങളുടെയും ഹൃദയം ഇടുക്കിയായിരിക്കും. തങ്ങളുടെ സീറ്റ് നഷ്ടപ്പെടുമല്ലോ, തങ്ങളുടെ അധികാരം നഷ്ടപ്പെടുമല്ലോ എന്ന് വെച്ചാൽ ഒഴിഞ്ഞു കൊടുക്കാൻ ആർക്കും താല്പര്യമില്ല എന്നുള്ളത്. അതുതന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ വിഷയം. പക്ഷെ മാറി മാറി വരുന്നുണ്ട്. അത് അടുത്ത ഘട്ടം എത്തുമ്പോൾ ഇതായിരിക്കും. കാരണം ഇപ്പോഴത്തെ പെൺകുട്ടികൾ വളരെ ബോൾഡായി കാര്യങ്ങൾ ചോദിക്കാൻ, പിടിച്ചു വാങ്ങാൻ, പറയാൻ തൻ്റെ ഇടമുള്ള പെൺകുട്ടികളെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് മാറ്റങ്ങൾ ഒരുപാട് ഉണ്ടായി. അത് ഒരുപാട് കാലത്തെ പോരാട്ടങ്ങളും പ്രവർത്തനങ്ങളും പറയലുകളും, എത്ര ആളുകൾ നിരന്തരമായ ത്യാഗങ്ങൾ ചെയ്ത് പ്രവർത്തനങ്ങൾ നടത്തിയ സ്ത്രീകൾ ആണ് ഈ ഒരു തലത്തിലേക്ക് എത്തിയതെന്ന് നമുക്കറിയാം. അപ്പം അതുകൊണ്ട് മാറ്റം വരും എന്ന് പറയാം. പക്ഷേ ആ മാറ്റം എത്തുന്നതിന് മുന്നേ ഇത്തരത്തിലുള്ള ചില നിലപാടുകൾ രാഷ്ട്രീയ പാർട്ടികൾ എടുക്കാൻ തയ്യാറുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം. അവരുടെ ഇപ്പോൾ CPM എടുക്കും. നമ്മൾ CPMന് എത്ര ജില്ലാ സെക്രട്ടറിമാരുണ്ട് വനിതകൾ? എന്താക്കാനുള്ള ഒരു പ്രയാസം? മാറ്റം അവിടെയൊക്കെ കൊണ്ടുവരണം. പാർട്ടികൾ ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും തീരുമാനമെടുക്കുന്ന വേദികളിൽ വനിതകൾക്ക്, സ്ത്രീകൾക്ക് കൊടുക്കാൻ തയ്യാറാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക എന്നുള്ളതാണ്. തീർച്ചയായും മാറ്റമുണ്ടാകട്ടെ. KK രമയെ പോലെ ശക്തമായ നിലപാടെടുക്കുന്ന സ്ത്രീകൾ ഇനിയും രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്നത് പ്രബുദ്ധ കേരളം കാണുകയും ചെയ്യട്ടെ. വളരെയധികം നന്ദി ഇത്രയും നേരം.